അടുത്ത വീഡിയോ എന്ന് പറയുന്നത് റീഡയറക്ട്സ് ആണ്. റീഡയറക്ട്സ് എന്ന് പറയുമ്പം നമ്മളിപ്പം റീഡയറക്ട് ടു എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് നമ്മൾ റൗട്ടർ ഡെഫിനിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന പാത്ത് എന്താണോ അത് നമ്മൾ റീഡയറക്ട് ചെയ്ത് കൊടുക്കുന്ന URL-ലോട്ട് റീഡയറക്റ്റ് ആയിട്ട് പോകും. നമുക്കതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പം നമുക്കിവിടെ അഡ്മിൻ റൗട്ട് ഉണ്ട്. അഡ്മിൻ റൗട്ടിന് തൊട്ടു മേലായിട്ട് ഞാൻ പിന്നെ വേറൊരു റൗട്ട് എടുക്കുകയാണ്, അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പോൾ കമ്പോണന്റ് ഈക്വൽ ടു അഡ്മിൻ ഉള്ളത് മാറ്റി റീഡയറക്ട് ടു അഡ്മിൻ പാത്ത് മാച്ച് ഫുൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ശരിക്കും അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അവിടെ നമ്മൾ കമ്പോണന്റ് കൊടുത്തിട്ടില്ല. നമ്മൾ പറയുന്നത് URL-നകത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അഡ്മിൻ എന്ന് പറയുന്ന റൗട്ടിലേക്ക് പോകണം. അഡ്മിൻ എന്ന് അപ്പം അത് അഡ്മിൻ എന്ന റൗട്ട് തപ്പും. അഡ്മിൻ എന്ന റൗട്ട് ഇവിടെ വരും. അവിടെ കമ്പോണന്റ് അഡ്മിൻ ആണ്, അത് ലോഡ് ആവണം. അങ്ങനെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അഡ്മിൻ വർക്ക്സ്. അപ്പോൾ റീഡയറക്ട് ടു എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു logic ആണ്. If you modify or remove a route, some user may still click out of date links or book. അതായത് നമ്മളിപ്പോൾ റൗട്ട് മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ റൗട്ടിൻ്റെ പേര് മാറ്റി, അങ്ങനത്തെ സിറ്റുവേഷനിൽ ചില റൗട്ട്സ് ചില യൂസേഴ്സ് ഇത് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അവരത് ഓർമ്മയിൽ നിന്നോ പഴയ റൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പുതിയ റൗട്ടിലേക്ക് വരണമെങ്കിൽ റീഡയറക്ട് ടു യൂസ് ചെയ്താൽ മതി. ഈവൻ എന്താ പറയുക, നോട്ട് ഫൗണ്ട് പേജിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റീഡയറക്ട് ടുവിനെ പറയാൻ പറ്റും. അടുത്തത് പേജ് ടൈറ്റിൽസ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കമൻറ്റും ലൈക്കും തരാം. സോ ദാറ്റ് എനിക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും അത്.